നിങ്ങൾ കണ്ടില്ലല്ലോ പ്രകടനത്തെ? പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? കാണണോ? എടാ അതിനൊക്കെ പരിപാടി ഇവരും മതി എല്ലാം കാണിച്ചു തരാൻ ഇവരെല്ലാം കണ്ട സഞ്ചരിക്കുന്നവരൊക്കെ അള്ളാഹു കാണിച്ചു തന്നപ്പോ കണ്ട് അല്ല നിങ്ങളെ പോലെ മറയും. അതെ, മറയും. ഈ വെളിവായ അള്ളാഹു കാണുന്ന ഈ ഇമാമും കിബിലയുമായ ഈ അള്ളാഹുവാണ് കാണിച്ചത്. അതാണ് റസൂലുള്ളാഹിക്കും കാണിച്ചു കൊടുത്തത്. ഒരു ആയത്ത് പറഞ്ഞ്, നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങളെ പോലെ വല്ലാഹി സത്യം ഞാൻ അതല്ല, കണ്ടത് അബൂബക്കറാണ് എന്ന പോലെ ഈ ഇമാമും കിബിലയുമായ അള്ളാഹു കാണിച്ചെന്ന് കണ്ട്. അള്ളാഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി പറയുന്നുണ്ട്, അള്ളാഹു നമ്മൾ മുമ്പ് പറഞ്ഞ റസൂല് അവിടെ ഉണ്ടായിരുന്നവര് രണ്ട് കുടുംബങ്ങളായിരുന്നു, അല്ല രണ്ട് മതങ്ങളായിരുന്നു. ക്രിസ്ത്യാനികളും യൂതന്മാരുമായി അകന്ന് കഴിയുന്ന രണ്ട് മതങ്ങളായിരുന്നു. അപ്പോൾ ആ മതങ്ങളിൽപ്പെട്ട ആ മതവിശ്വാസിയായ റസൂലാണ് പിന്നെ ഇബ്രാഹിം നബിൻ്റെ ആളുകളായിട്ട് അവിടുന്ന് പരിചയപ്പെട്ട് സംസാരിച്ചു. ഇബ്രാഹിം എല്ലാം കണ്ട് അള്ളാഹു കാണിച്ചും അറിയിച്ചും അനുഭവിച്ചും അള്ളാഹു ആയിരിക്കുന്നവനാ ഇബ്രാഹിം. എന്ന പോലെ അള്ളാഹു എല്ലാം കാണിച്ചും അറിയിച്ചും ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കാണിച്ചു തന്നില്ലേ? എന്ന പോലെ അദൃശ്യതയിൽ നിന്ന് ആദ്യം പരമാത്മാവും അദൃശ്യനായ പരമാത്മാവ് കാണാനോ അറിയാനോ കഴിയാത്ത അദൃശ്യനായിരിക്കുന്നവനാണ് പരമാത്മാവ് അല്ലേ? ആ അദൃശ്യനായിരിക്കുന്ന പരമാത്മാവായ ഈശ്വരനും അള്ളാഹുവും അവന്റെ വിശേഷങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു വിത്തെന്ന പോലെ, ഒരു വിത്താണല്ലോ അതിലെ ഉദ്ദേശ ലക്ഷ്യം മുളച്ച് വളർന്ന് വടവൃക്ഷമായിട്ട് വളർന്ന് കായും പഴങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പൊ ആ വിത്തിൽ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു അള്ളാഹു. അതുകൊണ്ട് ആ ഉദ്ദേശ ലക്ഷ്യം പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് ആ വിത്ത് മുളച്ച് വളർന്ന് വടവൃക്ഷമായി പഴങ്ങളും കായങ്ങളും ആയിട്ട് എന്താ ഉദ്ദേശ ലക്ഷ്യം? ജീവജാലങ്ങൾക്ക് തണലും ഓക്സിജനും ഭക്ഷ്യവസ്തുക്കളും എല്ലാം നൽകി അവർക്ക് രക്ഷ നൽകുക എന്നുള്ള ഉദ്ദേശമാണ് ആ വിത്തിലുള്ളത് അല്ലേ? എന്ന പോലെ അള്ളാഹുവിൻ്റെയും പരമാത്മാവായ അള്ളാഹുവിൻ്റെയും ഈശ്വരൻ്റെയും ആത്മാവായ ഈശ്വരൻ്റെയും വിശേഷ ഗുണങ്ങൾ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു വിത്ത് എന്ന പോലെ ആദ്യപ്രകാശമായി ദൃശ്യങ്ങൾ. ആദ്യപ്രകാശം അതിനെയാണ് ഉപനിഷത്ത് പറഞ്ഞത് ജ്യോതി എന്നും ഓംകാരം എന്ന്. അറബിയിൽ നൂറുള്ള അള്ളാഹുവാണ് ആ പ്രകാശിക്കുന്നത്. പ്രകാശമാണ്, നൂറുള്ള. അതാണ് ആകാശഭൂമിയുടെ പ്രകാശമായ അള്ളാഹുവിന്. ആ പ്രകാശമാണ് പരമാത്മാവായ ഈശ്വരൻ്റെയും അള്ളാഹുവിൻ്റെയും വിശേഷ ഗുണം ഉൾക്കൊണ്ടിരിക്കുന്ന എല്ലാ ഗുണങ്ങളും ഉദ്ദേശ ലക്ഷ്യങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്ന ആകെ അമൃത കുംഭം എന്താ പറയാ അല്ലെ? അമൃത കുംഭം. ഈ പ്രപഞ്ചം അതിലപ്പുറം ഇനിയും കോടാനക്കോടി വറ്റാത്ത കിണറെന്നോ അമൃത കുംഭമെന്നോ പിന്നെ വേറൊന്നും പറയില്ലല്ലോ. എന്താ ഒഴുകുന്ന സുബർക്കത്തിൽ പോയാൽ എന്താ കിട്ടുകയെന്ന് പറയാ? റസൂലുള്ളാഹി കൊടുക്കുന്ന ഹൗദുൽ കൗസർ എന്ന് പറയുന്നതൊക്കെ. പിന്നെ കുടിച്ച ദാഹം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാൽ അറ്റമില്ലാത്ത അറിവിൻ്റെ നിറകുടം എന്നും പറഞ്ഞാൽ പോരാ, അമൃത കുംഭമാണ് ആ പ്രകാശം. അതാണ് തൻ്റെ വിശേഷ ഗുണം പ്രാവർത്തികമാകുക. അതിനെയാണ് ജ്യോതി എന്നും ഉപനിഷത്ത് ജ്യോതി എന്നും ഓംകാരമെന്നും അറബിയിൽ നൂറുള്ള എന്നും ആകാശങ്ങളുടെയും ഭൂമിയെ പ്രകാശമാണ് അള്ളാഹു എന്നും അതിനെ തന്നെയാണ് ബുദ്ധനും നിങ്ങളൊരു പ്രകാശത്തെ തേടിക്കൊള്ളാൻ കണ്ടെത്താൻ പറയുന്നതും. എല്ലാ മതങ്ങളും പ്രകാശത്തെ കണ്ടെത്താൻ പറയും. ആരും കാണുന്നില്ല. ഖുർആനും പറഞ്ഞത് നോക്കുന്നവർക്ക് ഞാൻ അതിനെ അലങ്കൃതമാക്കി വെച്ചു, കാണുന്നവർക്ക് അലങ്കൃതമാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ആ പ്രകാശമായും ആ പ്രകാശത്തിനെ ഞാൻ ബാബ പറയുന്നു, ബാബ കൽക്കറ്റ് എന്താ പറയുന്ന അതിനെ? പ്രകാശ മനസ്സ് എന്ന് പറഞ്ഞു. എന്താ പ്രകാശ മനസ്സ്? ഈ ഈശ്വരൻ്റെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പരമാത്മാവായ അള്ളാഹുവിൻ്റെ വിശേഷ ഗുണങ്ങൾ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന പ്രകാശ മനസ്സായി ആദ്യ ജ്യോതിയായി
ആ പ്രകാശ മനസ്സാണ് ആദ്യം ജ്യോതി എന്നും നൂറുള്ള എന്നും പറഞ്ഞ് ദൃശ്യമായിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രകാശം മനസ്സാണ്. ആ മനസ്സിൽ ഉൾക്കൊണ്ടിരിക്കുന്ന തൻ്റെ വിശേഷ ഗുണങ്ങളും ഉദ്ദേശ ലക്ഷ്യങ്ങളും പ്രാവർത്തികമാക്കാൻ വേണ്ടി ആ വിത്ത് മനസ്സ് മുളച്ച് പ്രസരിച്ച് വികസിച്ച് പ്രകാശം, തീ, ചൂട്, വായു, വെള്ളം എല്ലാ ഭാഗങ്ങളുമായി വ്യാപിച്ച് കൊണ്ട് എന്നെ അള്ളാഹു ഈശ്വരൻ ആ പ്രകാശത്തിൽ കൊണ്ടിട്ട് എൻ്റെ മനസ്സ് ഈ ശരീരം വിട്ടുപോയി. എൻ്റെ മനസ്സ് ഈ ശരീരം വിട്ടുപോയി ആ പ്രകാശത്തിൽ ചെന്ന് ചേർന്ന പ്രകാശമായിരുന്നു. ശരീരം ഭൂമിയിലിരിക്കുന്നു, എൻ്റെ മനസ്സ് ശരീരം വിട്ടുപോയി ആ പ്രകാശത്തിൽ ചെന്ന് ചേർന്ന പ്രകാശമായിരുന്നു. എന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതാണ് മുഹമ്മദും പറഞ്ഞത് അനമിന്നൂരില്ല എന്ന്. ഞാനും പറയുന്നു അനമിന്നൂരില്ല, ആ പ്രകാശം ഞാനായിരുന്നു, ഞാൻ ആ പ്രകാശമായിരുന്നു. ആ പ്രകാശമായ ഞാനാണ് നേരത്തെ പറഞ്ഞില്ലേ, ആ പരമാത്മാവ് ഈശ്വരന്റെ വിശേഷ ഗുണങ്ങൾ, ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന അമൃത കുംഭം. അതിനെ ഇവര് പറയുന്ന അറബിയിൽ പറയും എന്താണ്, മീമൻ. മീമ് പൂർണ്ണത ഉൾക്കൊണ്ടിരിക്കുന്നതിനെ മീമെന്ന് പറയും. ആ അമൃത കുംഭം പൂർണ്ണത ഉൾക്കൊണ്ടിരിക്കുന്ന. ഇങ്ങനൊന്നും പറഞ്ഞാലും മതിയാവില്ല, ഇങ്ങനെ അല്ലാതെ വേറെ പറയാൻ എനിക്ക് അറിയില്ല, വാക്കുമില്ല, വചനവുമില്ല. ആ അമൃത കുംഭത്തിനെ ബാബ പറഞ്ഞു അള്ളാഹുവിൻ്റെ അല്ല ഈശ്വരന്റെ മനസ്സെന്ന് പറഞ്ഞു. ആ മനസ്സാണ് മുളച്ച് പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് ആ ഈശ്വരന്റെ പരമാത്മാവ് ഈശ്വരന്റെ അള്ളാഹുവിൻ്റെ വിശേഷ ഗുണങ്ങളെല്ലാം പ്രാവർത്തികമാക്കാൻ വേണ്ടി ആ ഈശ്വരൻ ദൃശ്യമായി വെളിവായി ആദ്യം പ്രകാശമായി, പ്രകാശത്തിലൂടെ രൂപാന്തരപ്പെട്ട് പ്രകാശം, തീ, ചൂട്, വായു, വെള്ളം എല്ലാ വാദങ്ങളുമായി. ഇതെല്ലാം ഈശ്വരന്റെ സ്വരൂപമാണ് കേട്ടോ. വെള്ളമാണെന്ന് പറയുന്നത് തട്ടരുത്, വായു ആണെന്ന് തട്ടരുത്, തീയാണെന്ന് തട്ടരുത്, അഗ്നിയാണെന്ന് തട്ടരുത്. ഇതെല്ലാം ഈശ്വരൻ ദൃശ്യമായി വരുന്ന ഈശ്വരന്റെ ദൃശ്യമായ ഭാവങ്ങളാണ്. അതെല്ലാം പിന്നെ അനവധി നമുക്ക് കാണാൻ കഴിയാത്ത വാതകങ്ങളും. നിങ്ങൾ പഞ്ചഭൂതം, പഞ്ചേന്ദ്രിയം, എന്നൊക്കെ പറയില്ലേ, അത് മാത്രമല്ല പിന്നെ നിങ്ങൾക്ക് കാണാനോ അറിയാനോ പറയാനോ കഴിയാത്ത അനവധി വാതകങ്ങളുണ്ട്. ഇതെല്ലാം പാടിയായി എല്ലാമായി പ്രചരിച്ച് വികസിച്ച് രൂപാന്തരപ്പെട്ട് ദൃശ്യമായ ദൈവസ്വരൂപത്തെയാണ് അർദ്ധനാരീശ്വരനായ ശിവൻ എന്ന് പറഞ്ഞത്. ദൈവസ്വരൂപത്തെയാണ് ശിവൻ എന്ന് പറഞ്ഞത്. പരമാത്മാവിൻ്റെ സ്വരൂപത്തെയാണ്, അള്ളാഹുവിൻ്റെ സ്വരൂപത്തെയാണ് അതിശ്രീയും പുരുഷനുമായ ശിവനെന്നും അറബിയിൽ അഷ്ഹദു അൻ ലാ ഇലാഹ എന്നും പറയുന്നു. അപ്പോൾ ഞാൻ ആ പ്രകാശമായ ഞാൻ പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ചു അർദ്ധനാരീശ്വരനായ ശിവസ്വരൂപമായും ലാ ഇലാഹായും ദൃശ്യമായും. അതിനെ ശാസ്ത്രം പറയുന്ന പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ച സ്വരൂപമാണ് ഞാൻ. എന്നിട്ട് എൻ്റെ ഈ ശരീരത്തിൻ്റെ വിശാലമായ ശിവനും ഇലാഹും പ്രപഞ്ചവുമായ ശരീരത്തിൻ്റെ ഉള്ളില് വിത്തിട്ട മുളക്കുന്ന ഗർഭമായ നാരിയാണ് ശ്രീ എന്ന് പറഞ്ഞത് ഈ ഭൂഗോളമാണ്. അതാണ് അർദ്ധനാരി. അല്ലാതെ നമ്മളെ ഭാരതമെന്നോ അല്ലെ ഇന്ത്യ എന്നോ പറയുന്ന പ്രദേശം മാത്രമല്ല. അർദ്ധനാരി ആരാ? ഭൂഗോളമാണ്. എല്ലാ രാഷ്ട്രങ്ങളും ചേർന്ന ഈ ഭൂഗോളമാണ് അർദ്ധനാരീശ്വരൻ. പിന്നെ നിങ്ങള് ഈ ഇന്ത്യയിൽ അല്ലാത്ത അപ്പുറത്തുള്ള ആളുകൾ ശരിയല്ല, അവർക്ക് വിസ കൊടുക്കാൻ പറ്റില്ല, അടുപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ഭാരത സംസ്കാരത്തിൽപ്പെട്ടവരാണോ? യോഗ്യരല്ല. അല്ല. നിങ്ങൾ കാവ്യ വസ്ത്രം ധരിച്ചുകൊണ്ടോ പച്ച ധരിച്ചത് കൊണ്ടോ ആവില്ല. അപ്പൊ നമ്മളെ ഭൂഗോളത്തിലുള്ള പാകിസ്ഥാനോ ലണ്ടനോ അമേരിക്കയോ ഇറ്റലി ഏത് രാഷ്ട്രക്കാരനായാലും ഈ ഭൂഗോളമാണ്. അതാണ് അർദ്ധനാരി ഈശ്വരൻ. ആ യാഥാർത്ഥ്യത്തെ അറിഞ്ഞ് അർദ്ധനാരീശ്വരനായ ശിവ സ്വരൂപത്തെയും ഇലാഹയെയും അറിഞ്ഞ് ആ ഇലാഹിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക്
ആ പ്രകാശമായ ഞാൻ തന്നെ ബീജമായി ഇറങ്ങി വന്ന് അർദ്ധനരിയായും സ്ത്രീയും പുരുഷനുമായി, അർദ്ധനരീഷ് എന്ന ശിവസ്വരൂപമായി, അല്ല ഇലാഹയിൽ നിന്ന് പിറന്ന ഇല്ലല്ലയും അന്ന മുഹമ്മദ് റസൂലുള്ളയായി വന്ന ആ ശിവസ്വരൂപവും അന്ന മുഹമ്മദ് റസൂലുള്ളയാണ് ഞാൻ, ആദിമ മനുഷ്യനായി വന്ന ഞാൻ. എന്നിട്ട് തുടർന്നും ആ പ്രപഞ്ചത്തെയും ശിവന്റെയും ഇലാഹിന്റെയും പ്രപഞ്ചത്തിൻ്റെയും സ്വരൂപത്തിൽ ദൃശ്യമായ ആദിമ മനുഷ്യൻ, ആ ശിവനും ഇലാഹവും പ്രപഞ്ചവും പുനർജനിച്ചുള്ള ചെറുരൂപമാണ്. ശിവന്റെ ഗർഭത്തിൽ ശിവനും ഇലാഹും പുനർജനിച്ചുള്ള ആദിമ മനുഷ്യനെ എൻ്റെ ആ സ്വരൂപത്തിലെ നാരിയാം ഗർഭമായ ആ സ്ത്രീയിലേക്ക് ആ പുരുഷനായ ഞാൻ എൻ്റെ ആദ്യ പ്രകാശമില്ലേ ബീജം നിക്ഷേപിച്ചു. എന്നിട്ട് വീണ്ടും നരിയാം സ്ത്രീയും പുരുഷനുമായി ബീജാന്തരങ്ങളുടെ ജന്മാന്തരങ്ങളായി അനവധിയായി വ്യാപിച്ചിരിക്കുന്ന ഭൂമിയിലെ എല്ലാ ഈ ദൈവസ്വരൂപങ്ങളും ശിവസ്വരൂപങ്ങളും ശിവാവതാരങ്ങളും ആ അന്ന ഇലാഹിൽ നിന്ന് ഇല്ലല്ലയായ അന്ന മുഹമ്മദ് റസൂലുള്ളയായും ദൃശ്യമായിരിക്കുന്ന ഭൂമിയിലെ എല്ലാ മനുഷ്യരും എൻ്റെ സ്വരൂപമാണ്.